നമസ്കാരം. പ്രധാന വാർത്തകൾ. വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിൽ ഉദ്യോഗസ്ഥർ കൃത്രിമം കാട്ടിയെന്ന പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിലും തിരിമറിയെന്ന് പരാതി. വോട്ട് ചെയ്ത് ബോക്സിൽ നിക്ഷേപിച്ച ബാലറ്റ് പുറത്തെടുത്തതായാണ് പരാതി. കോഴിക്കോട് ബാലുശ്ശേരി 31 നമ്പർ ബൂത്തിലാണ് സംഭവം. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് കവറിലിട്ട് സീൽ ചെയ്യാതെ ബോക്സിൽ നിക്ഷേപിച്ചു. അബദ്ധം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ബോക്സിൽ നിന്നും ബാലറ്റ് തിരികെ എടുത്ത ബാലറ്റ് കവറിലിട്ട് സീൽ ചെയ്ത് വീണ്ടും നിക്ഷേപിക്കുകയായിരുന്നു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ മുതലാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ചത്. ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിയാത്ത 85 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കുമായാണ് ഈ സംവിധാനം ഒരുക്കിയിരുന്നത്. വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അപേക്ഷ നൽകിയവരുടെ വീടുകളിലാണ് അധികാരപ്പെട്ടവരെത്തി വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകുന്നത്. പാനൂരിൽ വീണ്ടും ബോംബ് ശേഖരം കണ്ടെത്തി. 2 പേർ കസ്റ്റഡിയിൽ. ദിവസങ്ങൾക്ക് മുമ്പ് ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിന് പിന്നാലെ പാനൂരിൽ വീണ്ടും ബോംബ് ശേഖരം കണ്ടെത്തി. കൈവേലിക്കൽ മുളിയാത്തോട് സ്ഫോടനം നടന്നതിന് സമീപത്തു നിന്നാണ് ബോംബുകൾ പിടികൂടിയത്. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. പാനൂർ കൈവേലിക്കൽ മുളിയാത്തോട് ഏപ്രിൽ 5 പുലർച്ചെ 1 മണിയോടെ ഉണ്ടായ സ്ഫോടനത്തിലാണ് ഷെറിൻ എന്ന യുവാവ് മരിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ നിന്ന് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അപകടത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ മകൻ കൂടിയായ വിനീഷിന്റെ 2 കൈപ്പത്തികളും അറ്റുപോയിരുന്നു. ടിപ്പർ ഓട്ടോയിലിടിച്ച് ഓട്ടോ യാത്രക്കാരി മരിച്ചു. 3 പേർക്ക് പരിക്ക്. കായംകുളം കറ്റാനത്ത് ടിപ്പർ ലോറി ഓട്ടോയിലിടിച്ച് ഓട്ടോ യാത്രക്കാരി മരിച്ചു. വള്ളികുന്നം ലീല നിവാസിൽ ലീലയാണ് മരിച്ചത്. അപകടത്തിൽ മറ്റ് 3 പേർക്ക് പരിക്കേറ്റു. KP റോഡിൽ കറ്റാനം സേവനം ഹോസ്പിറ്റലിന് സമീപത്തായി ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. അമിത വേഗതയിൽ വന്ന ടിപ്പർ ഓട്ടോയിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വെട്ടിക്കോട് സെന്റ് തോമസ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലയാളി അത്ലറ്റ് M. ശ്രീശങ്കർ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറി. ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച് മലയാളി താരം മുരളി ശ്രീശങ്കർ. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ശ്രീശങ്കർ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മുട്ടിന് പരിക്കേറ്റതിനെ തുടർന്നാണ് താരം ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയത് എന്നാണ് വിവരം. ചൊവ്വാഴ്ച പരിശീലനത്തിനിടെയാണ് പരിക്കേറ്റതെന്നും വിശദമായ പരിശോധനയ്ക്കൊടുവിൽ ശസ്ത്രക്രിയ വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും സമൂഹ മാധ്യമമായ Xൽ ശ്രീശങ്കർ കുറിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ താൻ നടത്തിയ കഷ്ടപ്പാട് ഒരു കാര്യത്തിനു വേണ്ടിയായിരുന്നു. അതിൽ നിന്ന് പിന്മാറുന്നുവെന്നും താരം കുറിച്ചു. ശില്പ ഷെട്ടിയുടെയും രാജ് കുന്ദ്രയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടി ശില്പ ഷെട്ടിയുടെയും ഭർത്താവ് രാജ് കുന്ദ്രയുടെയും പൂനെയിലെ ബംഗ്ലാവും ഓഹരികളും ഉൾപ്പെടെ 98 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ED. ശില്പ ഷെട്ടിയുടെ ജുഹുവിലുള്ള ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ബിറ്റ്കോയിൻ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് നടപടി. 2017 കേസിനാസ്പദമായ സംഭവം. മാസം 10% വീതം തിരിച്ചു നൽകാമെന്ന വ്യാജ വാഗ്ദാനത്തിലൂടെ അക്കാലത്ത് 6600 കോടി രൂപ വില വരുന്ന ബിറ്റ്കോയിനുകളിൽ പലരിൽ നിന്നുമായി സ്വന്തമാക്കിയെന്ന കേസിൽ നിരവധി ഏജന്റുമാർക്കെതിരെ കേസെടുത്തിരുന്നു. രാജ് കുന്ദ്ര ഇത്തരത്തിൽ 285 ബിറ്റ്കോയിൻ സ്വന്തമാക്കിയതായി കണ്ടെത്തിയിരുന്നു. നിലവിൽ 150 കോടി വിലമതിക്കുന്ന 285 ബിറ്റ്കോയിൻ കുന്ദ്രയുടെ കൈവശമുള്ളതായും ED ആരോപിക്കുന്നു. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളി പെൺകുട്ടി നാട്ടിലെത്തി. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ ജീവനക്കാരിൽ ഒരാളായ മലയാളി പെൺകുട്ടി ആൻ ടെസ ജോസഫ് നാട്ടിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൊച്ചി വിമാനത്താവളത്തിലാണ് തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫ് എത്തിയത്. കപ്പലിൽ 17 ഇന്ത്യക്കാരാണ് ആകെയുള്ളത്. മറ്റ് 16 പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകി. ഇവരിൽ 4 പേർ മലയാളികളാണ്. ആൻ ടെസ ജോസഫിനെ തിരികെ എത്തിച്ച നടപടിയിൽ ഇറാനിലെ ഇന്ത്യൻ എംബസിയെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അഭിനന്ദനം അറിയിച്ചു. ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം 25 ജീവനക്കാരാണുള്ളത്. വയനാട് സ്വദേശി PV ധനേഷ്, തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫ്, കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ. ഇതിലൊരാളായ ആൻ ടെസയാണ് ഇപ്പോൾ തിരികെ നാട്ടിലെത്തിയിരിക്കുന്നത്. ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, റഷ്യ, എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ.
നടി ധന്യ മേരി വർഗീസ് ഉൾപ്പെട്ട ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യം തള്ളി സുപ്രീം കോടതി. തിരുവനന്തപുരം ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യം തള്ളി സുപ്രീം കോടതി. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഉടമ ജേക്കബ് സാംസണും മറ്റ് പ്രതികളും കീഴടങ്ങണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. 15 ദിവസത്തിനകം കീഴടങ്ങാനാണ് നിർദ്ദേശം. വിചാരണ കോടതിയിൽ സ്ഥിരജാമ്യത്തിന് അപേക്ഷിക്കാനും കോടതി നിർദ്ദേശിച്ചു. 120 കേസുകളാണ് ജേക്കബ് സാംസണ് എതിരെ ഉള്ളത്. ഇതിൽ പേട്ട സ്വദേശി സജാദ് കരീം നൽകിയ ഒരു കേസിലാണ് മുൻകൂർ ജാമ്യം തള്ളിയത്. നടി ധന്യ മേരി വർഗീസിന്റെ ഭർത്താവും ജേക്കബ് സാംസന്റെ മകനുമായ ജോൺ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതികളാണ്. നടി ധന്യ മേരി വർഗീസ് ഉൾപ്പെടെ പ്രതിയായ ഫ്ളാറ്റ് തട്ടിപ്പ് കേസുകളിൽ നേരത്തെ പലതിലും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച ജനൌഷധി മെഡിക്കൽ ഷോപ്പിന് പിഴ ചുമത്തി. പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചതിനും ശരിയായ രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യാത്തതിനും ജനൌഷധി മെഡിക്കൽ ഷോപ്പിന് 5000 രൂപ പിഴ. ആലപ്പുഴയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിഴ ചുമത്തിയത്. തുടർ ദിവസങ്ങളിൽ സ്ഥലം പരിശോധിച്ച് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സ്ക്വാഡ് പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. പുഴയിൽ കുളിക്കാനിറങ്ങിയ സഹോദരിമാർ മുങ്ങി മരിച്ചു. വേങ്ങര കോട്ടുമല കടലുണ്ടിപ്പുഴയിൽ സഹോദരിമാർ മുങ്ങി മരിച്ചു. വേങ്ങര വെട്ടുതോട് സ്വദേശിനി അജ്മല, സഹോദരി ബുഷ്ര എന്നിവരാണ് മരിച്ചത്. ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ ഇവർ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. രണ്ടുപേരും നിമിഷങ്ങൾക്കുള്ളിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ഇവരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മ ശനിയാഴ്ച യമനിലേക്ക് തിരിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരി ശനിയാഴ്ച യമനിലേക്ക് തിരിക്കും. യമനിൽ ബിസിനസ് ചെയ്യുന്ന സാമുൽ ജെറോമും ഒപ്പമുണ്ടാകും. യമനിലേക്ക് പോകാൻ അനുവാദം വേണമെന്ന് കാണിച്ച് പ്രേമകുമാരി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സ്വന്തം ഉത്തരവാദിത്തത്തിൽ അവിടേക്ക് പോകാനുള്ള അനുവാദം വേണമെന്നായിരുന്നു ആവശ്യം. ഇത് സംബന്ധിച്ച് കോടതി വിദേശകാര്യ മന്ത്രാലയത്തിനും മറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തു. എന്നാൽ പോകുന്നതിന് സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് സ്വന്തമായി പോകാമെന്നുള്ള കാര്യം പ്രേമകുമാരി അറിയിച്ചത്. കോടതി ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ നടപടികൾ പൂർത്തിയാക്കി പ്രേമകുമാരി യമനിലേക്ക് പോകുന്നത്. കൊല്ലപ്പെട്ട പൗരന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്താനും കൂടിയാണ് പോകുന്നത്.